പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ഥം ചെയ്യുന്നു. കർത്താവിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിലെ ഈശോനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. മാതാവേ, ഒത്തിരി ആഗ്രഹിച്ചാണ് രാവിലെ എഴുന്നേറ്റ് വരണം മക്കൾ. അവരുടെ രോഗങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരെ നീ സാന്ത്വനപ്പെടുത്തണം. പ്രത്യേകിച്ച് ശാരീരികമായ അവശതകളും രോഗങ്ങളും പരുക്കളും പൊറുക്കാത്ത മുറിവുകളും ഉള്ളവർ കർത്താവെ, അവരെ ഈ പ്രഭാതത്തിൽ അങ്ങ് സ്പർശിക്കണേ ഈശോയെ. കർത്താവെ, ചിലരൊക്കെ ഒരു ദിവസമെങ്കിലും ഒന്ന് ശരീരത്തിന് രോഗമില്ലാതിരുന്നെങ്കിലും ആഗ്രഹിക്കുന്ന രോഗികളാണ്. കർത്താവെ, കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. അവരെ നീ കൈവിട്ട് കളയരുത്. കർത്താവെ, സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. ഉറക്കം ഇല്ലാത്തവരുണ്ട്. കർത്താവ്, ഒരു വീട്ടിൽ തന്നെ താമസിച്ചിട്ട് എല്ലാവരും പരോക്ഷമായിട്ടും പ്രത്യക്ഷമായിട്ടും ഒക്കെ അവഗണിക്കുകയും ഗ്രൂപ്പുകൾ ഉണ്ടാക്കുകയും അതിൻ്റെ ആ ഗ്രൂപ്പിൽ പെടാത്തതിൻ്റെ പേരിൽ ഞെരുക്കപ്പെടുകയും ചെയ്യുന്നവരുണ്ട്. അത്രയും വലിയ തിന്മയുടെ ഭവനത്തിൽ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിച്ചാൽ മതിയെന്ന് ഓർത്ത് വിഷമിക്കുന്നവരുണ്ട്. ഈശോയെ, അങ്ങനെ ഒറ്റപ്പെട്ടു പോയവരെ നീ താങ്ങിയെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ജപ്തി നടപടികൾ, സാമ്പത്തിക ബാധ്യതകൾ കർത്താവെ ഇറങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിരിക്കുന്നവരെ, പൈസ അടക്കാൻ പറഞ്ഞിരിക്കുന്ന ഡേറ്റുകൾ, പൈസ കൈ തികയാത്തവർ, പൂർണ്ണമായിട്ടും ഇല്ലാത്തവർ, അവരെയൊക്കെ നീ സന്ധിക്കണം. കർത്താവെ, ഞങ്ങൾ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയായി കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിച്ച 10,000 മക്കൾ നടത്തിയ രാത്രിയും പകലും മഴയത്തും വെയിലത്തും നടത്തിയ പരിശുദ്ധ പ്രവർത്തനത്തിൽ യോഗ്യതയായി കർത്താവെ, കൃപ കുറഞ്ഞിട്ടുള്ള മക്കൾ ഈ പ്രാർത്ഥന കൂടുമ്പോൾ അവരുടെ കഴിവ് കൊണ്ടോ സ്വാധീനം കൊണ്ടോ ഇതിന് തീരുമാനം ഉണ്ടാകത്തില്ല എന്ന് അവർക്കറിയാമായിരുന്നിട്ട് ആരും ഞങ്ങളെ സഹായിക്കും, ആരെങ്കിലും കർത്താവ് നീ എന്നെ അയക്കണമേ, ആരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തിലേക്ക് അയക്കണമേ. ബന്ധുക്കളോ സ്വന്തപ്പെട്ടവരോ ആരും ഇല്ലല്ലോ, ഇടപ്പോക്കാരും കാണുന്നില്ലല്ലോ. ആരെങ്കിലും അയക്കണമേ കർത്താവേ. മാതാവേ, നിന്റെ ദൂതയായി ആരെങ്കിലും ഈ വിഷയത്തിൽ അയക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്ന് 12 മണിക്കുള്ളിൽ ആളെ കിട്ടാൻ പരിശുദ്ധ ദേവമാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. പരീക്ഷ കുഞ്ഞുങ്ങൾ, പരീക്ഷ എഴുതിക്കഴിഞ്ഞവർ, നല്ല റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർ കർത്താവ്, അവസാനത്തെ പരീക്ഷയ്ക്ക് എഴുതിയിട്ട് ഇനി എഴുതാൻ കാശുമില്ല, എഴുതി പരീക്ഷ എഴുതി നാണം കെട്ടവരുണ്ട്. ഈശോയെ, CA പരീക്ഷ പോലുള്ള പരീക്ഷകൾ 9ഉം 10ഉം ഒക്കെ എഴുതി അവർക്ക് തന്നെ നിക്കക്കളിയില്ലാതിരിക്കുന്നവരുണ്ട്. അവരെ ഈ ഒറ്റ പ്രാർത്ഥന കൊണ്ട്, അവരുടെ കഴിവല്ല, ഉടമ്പടി പ്രവർത്തിക്കേണ്ട മനുഷ്യൻ്റെ കഴിവിലല്ല, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസിലാണ്. ആ ഗ്രേസിൻ്റെ ശക്തി യേശുക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തത്തിൽ നിന്നാണ്. കൃപയുണ്ടാകണമെങ്കിൽ അത് കർത്താവിൻ്റെ സൗജന്യ ദാനമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിൻ്റെ കൃപയുടെ ശക്തിയാൽ നിൻ്റെ എല്ലാ അപാകതകളും, എല്ലാ പരിചയക്കുറവുകളും, എല്ലാ പരാധീനതകളും പോരായ്മകളും യേശുനാമത്തിൽ പരിഹരിക്കപ്പെടുകയും നീ യേശുനാമത്തിൽ സൗഖ്യപ്പെടുകയും യേശുനാമം സമാധാനപ്പെടുകയും ചെയ്യട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവേശ്വര അമ്മേ, പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 തീയതി ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ
അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. ഇന്നൊരു രസം ഉണ്ടായേ. ഇന്നലെ ഞാൻ ആൾത്താരെ നിന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ ആൾക്കാരെ കാണുമല്ലോ. അപ്പോഴേ ഈ നടുവൊക്കെ കുടിഞ്ഞ് ആൾക്കാർ താങ്ങിക്കൊണ്ട് വരുന്ന ആൾക്കാരുണ്ടല്ലോ, അവരെ കണ്ടപ്പോൾ എനിക്ക് പ്രത്യേക കരുണ തോന്നി അവരോട്. ഞാൻ അവരുടെ കാര്യം ആദ്യം സാധിച്ചു കൊടുത്തു. അവരെ കാര്യമായിട്ട് പരിഗണിച്ച് അവരെ സൈത്ത് പൂശി ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിച്ച് അവർ നിർത്തി കഷ്ടപ്പെടുത്താതെ പറഞ്ഞു വിട്ടു. അപ്പം എൻ്റെ ഉള്ളിൽ ചിരി വരുന്നുണ്ട്. അത് ഞാൻ എന്നെ തന്നെ ആക്ഷേപിച്ചതാണ് ശരിക്കും. കാര്യം ഈ കൃപാസനത്തിൽ ആൾത്താരുടെ തിരക്ക് കാരണം ഞാൻ എല്ലാവരും ഒരുപോലെയാണ് പരിഗണിച്ചു പോണത്. ചില ആൾക്കാരെ പ്രത്യേകിച്ച് അങ്ങനെ പരിഗണിക്കരുത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ വിഷയം എന്ന് പറഞ്ഞാലേ, നമുക്ക് കൃപാസനം ടോക്കിൻ്റെ തന്നെ ഒരു രീതി എന്ന് പറയുന്നത് എന്താണ്, കസ്റ്റമർ കെയർ ചെയ്യത്തില്ല ഞങ്ങളാരും. കൃപാസനത്തിൽ വന്ന് എനിക്ക് മനസ്സിലാവും. ഈ ബിസിനസ് സെൻറ്ററിലാണ് കസ്റ്റമർ കെയർ നടത്തുന്നത്. അപ്പോൾ ആ ചേട്ടാ ഇരിക്കു ചേട്ടാ, സുഖമാണോ ചേട്ടാ, വെള്ളം വേണം കുടിക്കാൻ, ആ പോണവരെ അവരെ പിന്തിരിഞ്ഞുകൊണ്ട് അവരെ പാമ്പർ ചെയ്തുകൊണ്ട് നടക്കും. ഇങ്ങനെ ഒരു കെയർ നിങ്ങൾക്ക് കൃപാസനത്തിൽ കിട്ടത്തില്ല, എനിക്കറിയാമല്ലോ. പക്ഷേ അതിന് പകരം വേറെ ഒരു കെയർ കിട്ടും. അത് റഫായിട്ടുള്ള കെയറാണ്. എന്താണ് കാര്യം? കവനൻ കെയർ. കവനിൻ്റെ കാര്യത്തിൽ ഞങ്ങളൊരു കോംപ്രമൈസ് ചെയ്യില്ല. ചില ആൾക്കാർ വന്ന് ചോദിക്കും, ഈ ഉടമ്പടി എടുക്കാതെ അച്ഛനെ കാണാൻ വല്ല മാർഗവും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവർ റഫായിട്ട് പറയും, വരാം ചേച്ചാ കൈ നനയൊന്നും മീൻ പിടിക്കണ്ട, വണ്ടി വിട്ടേക്കാൻ പറയും. അതിൻ്റെ ഞങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ആ കവനൻ്റ് എന്ന് പറയുന്ന ദൈവം എത്രയോ ജനങ്ങനത്തെ ലോകത്തുണ്ടായിരുന്നു. ഇതിനൊക്കെ ലക്ഷക്കണക്കിന് മനുഷ്യർ അത് അനുഭവിച്ചു. ഇന്നും എന്തുമാത്രം അക്രൈസ്തവരാണ് ആൾത്താരയിൽ ഇന്നലെ കരഞ്ഞുകൊണ്ട് സാക്ഷ്യം പറയണ ദൈവത്തെ അനുഭവിച്ചിട്ട്. അതൊക്കെ ഓർക്കുമ്പോഴേ, അതായത് ഒരു ദിവസം ഇന്നലെ കിട്ടിയ ഒരു സാക്ഷ്യം എന്നറിയാമോ? അതായത് ഒരു ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട വിഷയം, അവരിങ്ങനെ തുപ്പി നടക്കും, ഭക്ഷണം കഴിക്കത്തുമില്ല. അപ്പോൾ അവരെ മെലിഞ്ഞ ആള് ആൾത്താരെ പിടിച്ചു കൊണ്ടുവരുന്നത്. കൊണ്ടുവരുമ്പോൾ അവർ വന്നപ്പോൾ തന്നെ അവർ അവിടെ വീണ് കഴിഞ്ഞ ശേഷം അവർക്ക് ബോധം വന്നപ്പോൾ, മാതാവിൻ്റെ തിരുസേന വന്നപ്പോൾ അവർ ബോധം വന്നപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. അവർ ഭക്ഷണം കഴിക്കേണ്ട അവരുടെ മകൾ കരഞ്ഞുപോയി. കാര്യം മാസങ്ങളായി അമ്മ ഭക്ഷണം കഴിച്ചിട്ട്. അപ്പം അമ്മ ആ കെട്ടഴിച്ച് വിട്ട്. പക്ഷെ എന്നാലും തുപ്പൽ മാറുന്നില്ല. അൾത്താരയിൽ അവർ വരുമ്പോൾ അവർക്ക് വേറെ എന്തോ അസുഖമൊക്കെ പറഞ്ഞ് അൾത്താര വരികയാണെങ്കിലും, ഞാൻ സൈത്തെടുക്കുമ്പോൾ ഈശോ എന്നെ കൊണ്ട് അവിടെ തൊണ്ടയിൽ കുരിശിടാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ തൊണ്ടയിൽ കുരിശിട്ട്. അതോടുകൂടി അവിടെ തുപ്പൽ നിർത്തി. എത്രയോ വർഷങ്ങളുടെ തുപ്പലാണ്, ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ ഇത് കാണുമ്പോൾ ദൈവത്തിനെ അനുഭവിച്ച് കഴിയുമ്പോൾ ആ മകള്
കരഞ്ഞുകൊണ്ടാണ് സാക്ഷ്യം പറയുന്നത്, കരഞ്ഞുകൊണ്ട്. അപ്പോൾ ഉടമ്പടി ഇതിനകം എത്രയോ ലക്ഷങ്ങൾ അത് യേശുവിനെ ആദ്യമായിട്ടും കണ്ടുമുട്ടുന്നവർ പോലും ദൈവത്തെ അനുഭവിക്കുക. അപ്പം ദൈവത്തെ അനുഭവിക്കുമ്പോൾ ഞങ്ങളെപ്പോഴും ചെയ്യണത് എന്താണ്? ഞങ്ങൾ കസ്റ്റമറിനെ കെയർ ചെയ്യത്തില്ല, പക്ഷെ കവനൻ്റെ കെയർ ചെയ്യും. ആദ്യം നിങ്ങൾ ദൈവരാജ്യത്തെയും അതിനെ നീതിയെയും കുറിച്ച് തന്നെ അന്വേഷിക്കുക. അതാണ് കവനൻ കെയർ എന്ന് പറയുന്നത്. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കവനന്റെ കൃത്യവും വൃത്തിയായിട്ട് എടുക്കാൻ വേണ്ടി, അത് ജീവിക്കാൻ വേണ്ടി ഞങ്ങൾ അവരെ ഞങ്ങളെ ട്രെയിൻ ചെയ്യും. പിന്നെ കവനനെ തെറ്റിക്കുന്നവരോട് വളരെ ശാസനാപൂർവ്വം സംസാരിക്കും. തറയിലൊക്കെ ഞാൻ സംസാരിക്കാൻ കേട്ടത് നിങ്ങൾക്ക് മനസ്സിലാകും. കുർബാനയ്ക്ക് വളരെ കർക്കശമായിട്ട് സംസാരിക്കും. നിങ്ങൾ ആലപ്പുഴ വന്ന് പണി മേടിക്കരുത് തന്നെ ഞാൻ പറയും. എന്താ കാര്യം? ചില ആൾക്കാർക്ക് ക്രിസ്തുവിന് അനുഗ്രഹം വേണം, ക്രിസ്തുവിനെ വേണ്ട. അപ്പം ഞങ്ങൾ ദൈവമാണെങ്കിലും ക്രിസ്തുവിൻ്റെ കൂടെ അനുഗ്രഹം കൊടുക്കത്തുള്ളൂ. ഞങ്ങൾക്ക് ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അത് തന്നെയാണ്. അതുകൊണ്ട് ഞങ്ങളും ക്രിസ്തുവിൻ്റെ കൂടെ മാത്രമേ അനുഗ്രഹം കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാക്കത്തുള്ളൂ. അപ്പോൾ കസ്റ്റമർ കെയർ, കവനൻ കെയർ, അത് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കണം. നിലപാടിൻ്റെ കാര്യത്തിൽ ക്രിസ്തുവിനായിരിക്കണം ഒന്നാം സ്ഥാനം. എന്നാൽ പിന്നെ ക്രിസ്തു നിങ്ങളെ തിരിച്ചറിയും. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെ അനുഗ്രഹിക്കും. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. 2019 ഡിസംബർ 22 ഞാനിവിടെ ആദ്യമായി വന്ന് ഉടമ്പടി എടുത്തത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് 3 മാസം കഴിഞ്ഞപ്പോഴേക്കും ലോക്ക്ഡൗണായി. എങ്കിലും ഞാൻ നിയോഗം വച്ചിരുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മുടങ്ങാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇവിടെ നിന്ന് തന്ന തിരി തീർന്നു പോയെങ്കിലും ഞാൻ വെള്ളത്തിരി വാങ്ങി കത്തിച്ച് വെച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. 60 വർഷമായി എൻ്റെ വീട്ടിൽ 60 വർഷമായി ഒരു കിണർ ഇടിഞ്ഞ് കുളം പോലെ കിടക്കുകയായിരുന്നു. ഞങ്ങൾ എത്ര ശ്രമിച്ചിട്ടും അത് കെട്ടിയെടുക്കുവാൻ ഞങ്ങൾക്ക് കഴിയുമായിരുന്നില്ല. ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് ഞാൻ സ്റ്റോളിൽ നിന്നും മാതാവിൻ്റെ ഒരു ചെറിയ കാശുരൂപം വാങ്ങി കൊണ്ടുപോയി കിണറിനരികിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ, ഈ കിണർ എങ്ങനെയെങ്കിലും എനിക്കൊന്ന് കെട്ടുവാൻ അമ്മ സഹായിക്കണമേ എന്ന്. 3 മാസം കഴിഞ്ഞപ്പോഴേക്കും അത്ഭുതകരമായി റിങ് ഇറക്കി ആ കിണർ ഭംഗിയായി കെട്ടിയെടുത്തു. രണ്ടാമത് എൻ്റെ മകന് 27 വയസ്സ് മുതൽ 5 വർഷമായാണ് കല്യാണം ആലോചിച്ച് തുടങ്ങിയിട്ട്. എന്തെങ്കിലും ഒരു കാരണം പറഞ്ഞാൽ മാറിപ്പോകും. ഇവിടെ വന്ന് 2019 ഡിസംബറിൽ ഉടമ്പടി എടുത്തു. 2020 ഓഗസ്റ്റ് 31 എൻ്റെ മകൻ്റെ വിവാഹം നടന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ ആ പെൺകുട്ടി പ്രഗ്നൻ്റായി. 8 മാസത്തിൽ സ്കാനിങ്ങിൽ
കുഞ്ഞിന് ഫ്ലൂയിഡില്ല, അതിന് വളർച്ച എത്തുന്നതിന് മുമ്പേ സിസേറിയൻ ചെയ്യണമെന്ന് പറഞ്ഞു. കോതമംഗലത്ത് നിന്ന് ഞങ്ങൾ കോലഞ്ചേരിക്ക് കൊണ്ടുപോയി. ഞാൻ മാതാവിൻ്റെ തൈലമെടുത്ത് അവളുടെ വയറിലും നാവിലും കുരിശിട്ടു. ഒരു തുള്ളി നാവിൽ തൊട്ട് കൊടുത്തു. 9-ാം മാസത്തിൽ സ്കാനിങ്ങിൽ ഡോക്ടർ പറഞ്ഞു, ഇതൊരു അത്ഭുതമായല്ലോ, ഫ്ലൂയിഡ് തീർന്നു പോയിട്ട് ഒരിക്കലും ഇങ്ങനെ ഫ്ലൂയിഡ് കയറി വരാറില്ല, ഇത് ഫ്ലൂയിഡ് നിറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു. നോർമലായിട്ട് പ്രസവം നടന്നു. ആ കുഞ്ഞിപ്പോൾ 1.25 വയസ്സായി ഓടി നടക്കുന്നു. എൻ്റെ മകൻ്റെ കാലിൽ, മൂന്നാമതായിട്ടുള്ള കാര്യം, മകളുടെ കാലിൽ ഒരു കറുത്ത അടയാളം ചൊറിച്ചിലായിട്ട് വന്ന്, എപ്പോഴും ചൊറിച്ചിലാണ്, ഭയങ്കര കറുത്ത കളറും. ഞാനപ്പോൾ തൈലം വിശ്വാസപ്രമാണം ചൊല്ലി അവൻ്റെ കാലിൽ കുരിശിട്ട് തൊട്ട് കൊടുത്തു. അതിപ്പോൾ സുഖമായി, ചൊറിച്ചിൽ മാറി. പിന്നെ അത് ഏകദേശം അവന് 21 വയസ്സുള്ളപ്പോൾ മുതൽ തുടങ്ങിയതാണ്. ഇപ്പോൾ അവന് 34 വയസ്സായി. അവൻ മെഡിസിൻ എടുക്കുന്നുണ്ടായിരുന്നു. ഓയിൽമെൻറ്റ്, സ്കിന്നിൻ്റെ ഡോക്ടറെ കണ്ടു. ഓയിൽമെൻറ്റ് തേക്കും, അപ്പോൾ അതങ്ങ് മാറും. വീണ്ടും അത് കറുത്ത അടയാളം വരും. അങ്ങനെ മാതാവിൻ്റെ തൈലം കൊണ്ട് അത് മാറി. പിന്നെ എനിക്ക് തലവേദന ഉണ്ടായിരുന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ കുടിച്ചില്ലെങ്കിൽ തലവേദന. വിശുദ്ധ കുർബാന അനുഭവിക്കുന്ന ദിവസം ഞാൻ പള്ളിയിൽ വന്ന് വീട്ടിൽ ചെല്ലുമ്പോഴേക്കും തല വിങ്ങിയിട്ട് എനിക്ക് ഛർദ്ദിക്കാൻ വരും, ഛർദ്ദിക്കുകയും ചെയ്യും. ഇവിടെ ഞാനൊരു ദിവസം വന്നിട്ട് എനിക്കിവിടെ തലവേദന പോലെ തോന്നി. ഞാനത് പുറത്തോട്ട് ഇറങ്ങിയിട്ട്, എൻ്റെ മാതാവേ എനിക്ക് ഭയങ്കര തലവേദനയാണല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ചായ കുടിക്കാൻ വേണ്ടി അവിടേക്ക് ഇറങ്ങി. ആ ഗേറ്റിൻ്റെ അവിടേക്ക് മാറിയപ്പോഴേക്കും എൻ്റെ തലവേദന പോയി. അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ചായ കുടിക്കാത്ത തലവേദന ഛർദ്ദിയോ ഉണ്ടായിട്ടില്ല. പിന്നെ എൻ്റെ അയൽവക്കത്തുള്ളൊരു ചേട്ടൻ 76 വയസ്സുണ്ട്. ആ ചേട്ടന് മഞ്ഞപ്പിത്തം ഒന്ന് കൂടിപ്പോയി. കോതമംഗലത്ത് നിന്ന് രാജഗിരിക്ക് കൊണ്ടുപോയി 2 ആഴ്ച അവിടെ വെൻറ്റിലേറ്ററിൽ കിടത്തി. അത് കഴിഞ്ഞ് അവർ ഡയാലിസിസ് ചെയ്യണം. പക്ഷെ പ്രായമായതുകൊണ്ടും ആൻജിയോപ്ലാസ്റ്റി ചെയ്തതുകൊണ്ടും ഈ ചേട്ടന് രക്ഷയില്ല, നിങ്ങൾ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ എന്ന് പറഞ്ഞ് ഡയാലിസിസ് ചെയ്താലും 2 പ്രാവശ്യം ചെയ്യാനുള്ള ആരോഗ്യമുള്ളൂ, ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. വീട്ടിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചെന്നിട്ട് എൻ്റെ കയ്യിലിരുന്ന തൈലം വിശ്വാസപ്രമാണം ചെല്ലുക. ചേട്ടൻ്റെ കാലൊക്കെ നീര് വെച്ച് ഒരു കാല് വീർത്ത് ഒരു വാഴത്തടിയുടെ എത്ര ആയായിരുന്നു. ഞാനത് തൈലം പുരട്ടി കൊടുത്തു, ഉപ്പ് തേച്ച് കൊടുത്തു, അവരോടും പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ആ ചേട്ടൻ സുഖമായി ഇപ്പോൾ നല്ല പയറുമണി പോലെ പാഞ്ഞ് നടന്ന് പണിയെടുക്കുന്നു. പിന്നെ എൻ്റെ മകൾക്ക് കാനഡയ്ക്ക് പോകാൻ വേണ്ടി വിസ റിജക്ഷൻ വന്നായിരുന്നു. അവൾ എന്നിട്ട് 2ാമത് IELTS-ൻ്റെ ഡേറ്റ് കഴിഞ്ഞതുകൊണ്ട് IELTS എഴുതാൻ പഠിക്കാൻ പോകാൻ വേണ്ടി 3 ദിവസം ക്ലാസ്സിൽ പോയി. ഞാനിവിടെ നിന്ന് മാതാവിനോട് മുട്ടിപ്പാട്ട് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫസ്റ്റ് കസിൻ സിസ്റ്ററുടെ മകൻ അത് റിജക്ഷന് നമുക്ക് എംബസിക്ക് ഒരു മെയിൽ അയക്കാം എന്ന് പറഞ്ഞ് ആ കൊച്ചു സഹായിച്ച് എംബസിക്ക് ഒരു മെയിൽ അയച്ചു. എൻ്റെ IELTS-ൻ്റെ വാല്യൂ തീരാറായി, അതുകൊണ്ട് എനിക്ക് റിജക്ഷൻ തരരുത്, ഞാൻ 2 വർഷത്തെ ക്ലാസ് 2 സെമ്മിലെ ക്ലാസ് ഇവിടെ ഇരുന്ന് കഴിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ഉദ്യോഗസ്ഥൻ ആ റിജക്ഷനായ വിസ അവൾക്ക് തന്നു. അവളിപ്പോൾ പോയിട്ട് 2 വർഷമാകും പോയി, പഠിത്തം കഴിഞ്ഞു, ജോലിയിൽ പ്രവേശിച്ചു. അവളുടെ വിവാഹത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഉൽപ്പത്തി 2:2 മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, ഞാൻ അവന് തക്ക തുണി നൽകുമെന്ന് ദൈവം അരുളി ചെയ്ത വചനം വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു. ഇപ്പോൾ അവൾക്ക് ഏകദേശം കല്യാണം ഡേറ്റ് മാത്രമേ ഇനി ഫിക്സ് ചെയ്യാനുള്ളൂ. ആൾ വന്നു കഴിഞ്ഞാൽ ഉടനെ കല്യാണമാവും. അങ്ങനെ എനിക്ക് തന്ന 1000 നന്ദി, ഉപകാരങ്ങൾക്കെല്ലാം അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വേറെ ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, പക്ഷേ സമയച്ചുരുക്കം മൂലം ഞാനിവിടെ നിർത്തുന്നു. ഈശോയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വിളിക്കും. എൻ്റെ പേര് ഡീന ശശിധർ. ആദ്യമേ തന്നെ ഈ മഹനീയമായ സന്നിധിയിൽ ഒരു സാക്ഷ്യം പറയുവാനായിട്ട് എനിക്ക് അവസരം തന്ന എൻ്റെ പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ഞാൻ 2018 ഒരു ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അന്ന് ഉടമ്പടിയുടെ കാര്യങ്ങളൊക്കെ ക്രമമായി ഞാൻ അനുഷ്ഠിച്ചിരുന്നില്ല. അതിനുശേഷം എനിക്ക് ഉടമ്പടി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിച്ചില്ല. ഞാൻ ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അപ്പോൾ എനിക്ക് ഓസ്ട്രേലിയ വിസ പ്രോസസ്സിങ്ങിന് വേണ്ടി ഞാൻ ട്രൈ ചെയ്യുമായിരുന്നു. പക്ഷേ എൻ്റെ ക്വാളിഫിക്കേഷൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണെങ്കിൽ വിസ പ്രോസസ്സ് ഓസ്ട്രേലിയക്ക് മിനിമം 90-95 പോയിൻറ്റ്സ് വേണം. എന്നെ സംബന്ധിച്ച് മാക്സിമം IELTS-ന് മാക്സിമം സ്കോർ ചെയ്താൽ പോലും 70-75 പോയിൻറ്റ്സ് എനിക്ക് വരത്തുള്ളൂ. അതുകൊണ്ട് ഒരു കൺസൾട്ടൻസും ഒരു ഏജൻസിയും എൻ്റെ കേസ് ടേക്കപ്പ് ചെയ്യത്തില്ലായിരുന്നു. കാരണം 99.9% ഫെയിലിയർ കേസ് ആയിരിക്കും എൻ്റെത്. അതുകൊണ്ട് തന്നെ
ഞാൻ പരിശുദ്ധമ്മയുടെ പ്രത്യേകമായ മധ്യസ്ഥതയിൽ ഒരു കൺസൾട്ടൻറ്റിനെ എനിക്ക് കിട്ടുകയും ഈ നവംബർ 22 ടു മാർച്ച് 2023, അതായത് അടുത്ത മാസത്തിനുള്ളിൽ ഒരു ഇൻടേക്ക് ഉണ്ട്, അതിനകത്ത് എൻ്റെ കേസ് എടുക്കാമെന്ന് അയാൾ പറയുകയും ഡിസംബർ മാസത്തിൽ IELTS-ന് എല്ലാ മോഡ്യൂളിനും 7 ബാൻഡ് വെച്ച് മേടിച്ചിട്ട് വരണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ IELTS വെറുതെ പുട്ടുപോലെ എനിക്ക് പറ്റുമെന്നായിരുന്നു എൻ്റെ ഒരു ചിന്ത. ഞാൻ എപ്പോഴും ഓർക്കുമായിരുന്നു എന്താണ് എല്ലാവർക്കും IELTS ഇത്ര പാട്, ഇത്ര വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നില്ല. കാരണം ഇതിനു മുമ്പ് ഞാൻ IELTS എഴുതിയിട്ടുണ്ടായിരുന്നു, അതിന് എനിക്ക് നല്ല സ്കോർ ഉണ്ടായിരുന്നു, അതെനിക്ക് എക്സ്പയർ ആയിപ്പോയിരുന്നു. അപ്പം ഞാൻ അങ്ങനെ വിചാരിച്ചുകൊണ്ട് എൻ്റെ തന്നെ കഴിവിൽ ഞാൻ ആശ്രയിച്ച് ഞാൻ IELTS അറ്റംപ്റ്റ് ചെയ്തു. എല്ലാ മോഡ്യൂളിനും 7 ബാൻഡ് വെച്ച് വേണം. എനിക്ക് 2 മോഡ്യൂളിന് 7 കിട്ടിയില്ല. രണ്ടാമത് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു, മൂന്നാമതും അറ്റംപ്റ്റ് ചെയ്തു. രണ്ടാമത്തെ 2 അറ്റംപ്റ്റിലും എനിക്ക് ഏതെങ്കിലും ഒരു മോഡ്യൂളിന് 7 കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇതെൻ്റെ കയ്യിൽ നിൽക്കുന്ന കാര്യമല്ല. അപ്പം പലരും എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ 2018 ഉടമ്പടി ഓൺലൈനായിട്ട് പുതുക്കി, മറ്റുള്ളവർ പറഞ്ഞതുകൊണ്ട് ഓൺലൈനായിട്ട് പുതുക്കിയിട്ട് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന 5:30 എണീറ്റ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ എൻ്റെ മമ്മിയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞു, മോളെ നിനക്ക് അടുത്ത IELTS പരീക്ഷയ്ക്ക് മുമ്പ് ഹോൾ ടിക്കറ്റ് അച്ഛനെ കാണിച്ചാൽ അച്ഛൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും, പക്ഷേ അത് പോയി ഉടമ്പടി എടുക്കണം, ഓൺലൈൻ ഉടമ്പടി എടുത്താൽ അത് വാലിഡിറ്റി ഇല്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓർത്തു, അങ്ങനെയാണെങ്കിൽ ഇനിയിപ്പോൾ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഇപ്പം ചൊല്ലണ്ട, ഇനി അച്ഛൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി പുതുക്കിയിട്ട് അച്ഛനെ കണ്ട് പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിക്കാം, ഈ പ്രാർത്ഥന തുടരാമെന്ന് ഓർത്ത് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന അങ്ങ് നിർത്തി. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാ ദിവസവും 5:30 ഞാൻ എണീക്കും, പക്ഷെ പ്രാർത്ഥിക്കത്തില്ല, ഞാനങ്ങ് കിടക്കും. ഒരു 3 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ മോൾ 6 വയസ്സുള്ള കുട്ടിയാണ്, അവൾ ഒരു 6 മണിയായപ്പോൾ ഉറക്കെ പേടിച്ച് കരഞ്ഞുകൊണ്ട് എണീറ്റ് അമ്മേ എന്നും പറഞ്ഞ് കരഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്ത് പറ്റി മോളെ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങൾ കിടക്കുന്ന ബെഡ്റൂമിൻ്റെ ഡോറിൻ്റെ അവിടെ ഒരമ്മ വന്ന് നിൽക്കുന്നെന്ന് പറഞ്ഞു. പെട്ടെന്ന് എനിക്ക് എന്തോ അൺയൂഷ്വലായിട്ട് തോന്നി. ഞാൻ മോളോട് ചോദിച്ചു, മോളെ അമ്മ എന്ത് ഡ്രസ്സാണ് ഇട്ടിരുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, വെള്ള ഉടുപ്പും വെള്ള ഷോളുമാണ് അമ്മ ധരിച്ചിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി പരിശുദ്ധ അമ്മ എൻ്റെ പ്രാർത്ഥന ആഗ്രഹിക്കുന്നുണ്ട്, കൃപാസന മാതാവ്. ഞാൻ അന്ന് തന്നെ പ്രത്യക്ഷ പ്രാർത്ഥന കണ്ടിന്യൂ ചെയ്തു. വിതിൻ 6 ഡേയ്സ് ഞാൻ വേഗം തന്നെ ഇവിടെ വന്നു, ഉടമ്പടി പുതുക്കി. അപ്പോഴാണ് ഞാൻ അറിയുന്നത് ഹോൾ ടിക്കറ്റ് ഉണ്ടെങ്കിലേ അച്ഛനെ കാണാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അച്ഛനെ കാണാനുള്ള ടോക്കൺ എടുക്കാനുള്ള ക്യൂവിൽ നിന്നുകൊണ്ട് എക്സാമിന് ട്രൈ ചെയ്യുവാണ്. 3 പ്രാവശ്യം ഞാൻ IELTS എക്സാം എഴുതിയത്. ഞാൻ PT അക്കാഡമിക് എന്ന് പറയുന്ന ഒരു എക്സാമിന് വേണ്ടി ട്രൈ ചെയ്തു. ഇതിനു മുമ്പ് ഞാൻ PT അക്കാഡമിക്ക് ട്രൈ ചെയ്യാതിരുന്നത്, അതിൻ്റെ സെൻറ്റർ എനിക്ക് ഈ ജനുവരി ഫെബ്രുവരിക്കുള്ളിൽ സ്കോറ് വേണം. ഞാൻ നോക്കുമ്പം എറണാകുളത്ത് മാത്രമേ ഒരു സെൻറ്ററുള്ളൂ PT അക്കാഡമിക്ക്, അത് ഫുള്ള് ഫില്ലായിപ്പോയി. അപ്പോൾ എനിക്കിനി ബാംഗ്ലൂർ പോയാലേ എക്സാം എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് പോകാനുള്ള ഒരു ടെക്നിക്കൽ ഡിഫിക്കൽട്ടി ഉള്ളതുകൊണ്ട് ഞാനത് വിട്ടിരുന്നു. പക്ഷേ ഞാൻ ഈ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് നിന്ന് ഒരു എക്സാമിൻ്റെ ഡേറ്റ് എടുക്കാൻ വേണ്ടി ഈ ടോക്കണിന് വേണ്ടിയുള്ള ക്യൂവിൽ നിൽക്കുമ്പോൾ ട്രൈ ചെയ്തു. അപ്പോൾ ടെമ്പററി ആയിട്ട് ഒരു PT അക്കാഡമിക്കിൻ്റെ ഒരു പുതിയ സെൻറ്റർ എറണാകുളത്ത് അടുത്ത് പുത്തൻകുരിശിൽ തുടങ്ങിയിട്ടുണ്ട് PT-ക്കാർ. ഉടനെ തന്നെ ഞാൻ അത്ഭുതകരമായിട്ട് ഏതായാലും ഡേറ്റ് എടുത്തു. ഫെബ്രുവരി 11 ഞാൻ ഉടമ്പടി പുതുക്കുന്നത്. ഫെബ്രുവരി 20 എന്ന് പറയുന്നൊരു ഡേറ്റ് ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാനൊരു ഡേറ്റ് എടുക്കണം. അപ്പം എൻ്റെ മനസ്സിൽ 20 തോന്നിച്ചു. ഞാൻ 20 എടുത്തു. അച്ഛൻ്റെ കൊണ്ട് ഹോൾ ടിക്കറ്റ് അച്ഛൻ പ്രാർത്ഥിച്ചു, എനിക്ക് ലോക്കറ്റ് പ്രാർത്ഥിച്ച് മെഡൽ തന്നു. വെഞ്ചരിച്ച ഉപ്പ് ഓയിൽ എല്ലാമായിട്ട് ഞാൻ പോയി. 20-ാം തീയതി എക്സാമിന് പോയപ്പോൾ ഞാനപ്പം എല്ലാ ദിവസവും കുർബാനയ്ക്ക് പോവുകയും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ കുറച്ച് ദിവസമേ ഞാൻ ഉടമ്പടി പുതുക്കിയിട്ടായുള്ളൂ, അമ്മയുടെ മക്കളൊക്കെ ഇഷ്ടം പോലെ കാരുണ്യപ്രവൃത്തി ചെയ്യുകയും ഈശോ ആഗ്രഹിക്കുന്നത് പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടാണ് അവർക്കെല്ലാം അനുഗ്രഹം ലഭിച്ചത്. എന്നെ സംബന്ധിച്ച് എനിക്കതിനുള്ള സമയമില്ല. ഓൾസോ എനിക്ക് ഏജ് ഓവർ ആവുകയാണ്. എനിക്കിതെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്. ഈ ഒരു ചാൻസിൽ ഈ കൺസൾട്ടൻറ്റ് തന്ന ഈ ടൈമിനുള്ളിൽ എനിക്ക് കയറിയാൽ മാത്രമേ എനിക്കൊരു ചാൻസ് ഉള്ളൂ. അല്ലെ ഓസ്ട്രേലിയ എന്ന് പറയുന്നത് ഒരു സ്വപ്നമായിട്ട് അവശേഷിക്കും, ഏജ് ഓവറായി പോവും. ഈ ഒരു ഇൻടേക്കിൽ കയറുകയും വേണം. അപ്പോൾ എനിക്ക് ടൈം ഷോർട്ടനിങ്ങിൻ്റെ അമ്മയുടെ സഹായമാണ് എനിക്ക് വേണ്ടത്. പക്ഷേ മറ്റുള്ളവരുടെ പോലെ കാരുണ്യപ്രവൃത്തി ചെയ്യാനോ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനോ എനിക്ക് സാധിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ചെയ്തോളാം അമ്മേ, എന്നെ സഹായിക്കണം എന്ന് പറഞ്ഞ് ഞാൻ എക്സാമിന് പോയപ്പം വെഞ്ചരിച്ച് ഉപ്പെടുത്തു.
എക്സാം സെൻറ്ററിൻ്റെ വെളിയിൽ ആരും ചവിട്ടാത്തവരിടത്ത് കൊണ്ട് ഞാൻ, കാരണം സാക്ഷ്യങ്ങളിൽ കേട്ടിരുന്നു ആൾക്കാരങ്ങനെ ചെയ്തത്. അപ്പം ഞാൻ അവിടെ ഇട്ടിട്ട് പറഞ്ഞു, അമ്മേ ഇനി ഒരിക്കലും IELTS PT അക്കാഡമിക് എന്ന് പറഞ്ഞ് എനിക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും കയറി ഇറങ്ങാൻ ഇടവരരുത്. ഇന്നെൻ്റെ ലാസ്റ്റ് അറ്റംപ്റ്റാണ്, അമ്മ എന്നെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞിട്ടു. ഞാനൊരു ഇച്ചിരി ഉപ്പ് കഴിച്ചു. പിന്നെ ഞാനൊരു ഇച്ചിരി ഓയിൽ എൻ്റെ കൈത്തണ്ടേ തേച്ചു. എന്നിട്ട് ഞാൻ എക്സാം സെൻറ്ററിൽ കയറിയപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിലും, അതെൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ അടയാളമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്ന നോട്ട് പാഡിലും പെന്നിലുമൊക്കെ ഹോളി ഓയിൽ തേച്ചൊന്ന് പ്രാർത്ഥിച്ചിട്ട് അമ്മ തന്നെ എനിക്ക് വേണ്ടി എക്സാം എഴുതണമെന്ന് പ്രാർത്ഥിച്ചു. ഒരു 2 hours ഒരു റോളർ കോസ്റ്റർ റൈഡ് പോലെയായിരുന്നു എക്സാം. എന്താ സംഭവിച്ചതെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. അപ്പം ചിലതൊക്കെ തെറ്റിപ്പോയി. ആ സമയത്ത് ഞാൻ വേഗം ഈ മെഡലിൽ പിടിച്ച് അമ്മേ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചു. എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പം എല്ലാ മോഡ്യൂളിനും 65 ബാൻഡ് വെച്ച് വേണം. എനിക്ക് 67, 71, 73, 69 അങ്ങനെ അത്ഭുതകരമായിട്ട് നല്ല സ്കോർ തന്ന അമ്മ എന്നെ സഹായിച്ചു. അതുപോലെ ഉടമ്പടിയിൽ എൻ്റെ നിയോഗമായിരുന്നു IELTS പാസ്സാവുക. 2 ഫെബ്രുവരിയിൽ തന്നെ എനിക്ക് വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം. കാരണം മാർച്ച് ഇൻടേക്കിനുള്ളിൽ എൻ്റെ കേസ് കയറിപ്പോകണം. അപ്പം സെക്കൻഡ് നിയോഗമായിരുന്ന ഫെബ്രുവരി തന്നെ എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത്. ഫെബ്രുവരി 28 എൻ്റെ വിസ പ്രോസസ്സിങ് എൻ്റെ കൺസൾട്ടൻറ്റ് സ്റ്റാർട്ട് ചെയ്തു. തേർഡ് നിയോഗം എന്ന് പറയുന്നത് എനിക്ക് ഫിനാൻഷ്യൽ എയ്ഡ് വേണം. അപ്പോൾ മറ്റുള്ളവരോട് ചോദിക്കാൻ പറ്റത്തില്ല, സ്ഥലം വിൽക്കാനിടണം. അപ്പോൾ കൂട്ടിക്കൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുണ്ട്. അവിടെ കൂട്ടിക്കൽ ഫ്ലഡൊക്കെ വന്ന് പ്രശ്നമായി കിടക്കുന്നതുകൊണ്ട് അവിടെ വലിയ വിലയില്ല. ഒരു ഡിമാൻഡും ഇല്ലാതെ കിടന്നിരുന്ന ഒരു സ്ഥലത്തിന് പെട്ടെന്ന്